സൺഡേ ആയിട്ട് സ്പെഷ്യൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 3-4 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ജോലിയുണ്ട്. ജോലിയാണ് നമുക്ക് ഒന്നിനും പറ്റില്ല. നമുക്ക് യാത്ര പോകാനോ ഒന്നിനും പറ്റുന്നില്ല. നമുക്ക് ജോലി ഉണ്ട് അവിടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് അനുഭവമൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സൺഡേ ഏതെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കാം, കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിയതാണ്. ഇവിടെ നിന്ന് വാങ്ങിയത് കക്കയ്ക്കാണ് വാങ്ങിയത്, വാഴോട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് നമ്മൾ മേടിച്ചത് സ്പെഷ്യൽ ഫുഡാണ്. വാങ്ങിച്ചത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇന്നലെ ഒരാൾ പറഞ്ഞില്ലേ എനിക്ക് കഴിക്കുന്നത് ഫുള്ള് കാണിക്കുന്നത്. ഇന്നൊരു വലിയ വീഡിയോ ആയിട്ടാണ് എടുത്തത് കേട്ടോ. മതി. നെയ്ച്ചോറാണ്, അനുരാധ പറഞ്ഞത്. ജീരകശാല അരിയാണ്, നെയ്ച്ചോറാണ്. വാഴോടെന്ന് പറയുമ്പം കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ പിന്നെ ബോർഡറാണ് വാഴോട്. തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡർ. അവിടെയാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇത് മയോണൈസ് ആയിരിക്കാം അല്ലേ? മയോണൈസാണ്. പിന്നെ ഇതൊക്കെ എന്ത് സംഭവമാണെന്ന് അറിയില്ല. ചൂട് സംഭവമാണ് ഇതെല്ലാം, ഭയങ്കര ചൂട്. ഇതെല്ലാം ഭയങ്കര ചൂട്. അപ്പോൾ നല്ല മണം, നെയ്ച്ചോറിൻ്റെ മണം. ഈ സംഭവം എന്താണെന്ന് അറിയാമോ? ചുട്ടക്കോഴി. അയ്യമ്മ, ചുട്ടക്കോഴി. എനിക്കിത് ഈ മയോണൈസ് ഇവിടെ വെച്ച് തരണം. ഇതൊക്കെ എന്തെന്നൊന്നും എനിക്കറിയില്ല. പരിപ്പോ അതൊന്നും എനിക്ക് അറിയില്ല. ചുട്ട കോഴിയുടെ ഒരു കട്ടെടുത്തു. നല്ലപോലെ പിച്ചിഞ്ഞ് വരുന്നുണ്ട്. ചുട്ടെടുക്കുന്ന മണം തന്നെ. മയോണൈസൊക്കെ പറന്നു നടക്കുന്നു. ചോറ് കഴിക്കാനാണ് ഈ കറി. എനിക്ക് വേണ്ട. ആയിരിക്കും അത് പരിപ്പ് പോലെ ഒരു കറി. ഇത് മലബാറിൽ നിന്ന് വന്ന് നടക്കുന്നത്. ചിക്കൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ചുട്ട രുചി തന്നെയാണ് വരുന്നത്. അപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഇങ്ങനെ ചെയ്താൽ പരിപ്പ് തന്നെ നോക്കിയിട്ട് ഒഴിക്കാം. ചോറൊക്കെ നല്ല ടേസ്റ്റ്, ചിക്കനും നല്ല ടേസ്റ്റ്. പരിപ്പ് തന്നെ, പിന്നെ കളറുണ്ട്. മയോണൈസാണ് പണി തന്നത്. വെള്ളം ചുട്ട കോഴിയുടെ മണമെന്ന് പറയും. അപ്പോൾ പരിപ്പ് കൊള്ളാം. പരിപ്പും നെയ്ച്ചോറും തകച്ച് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം വെച്ചു. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ കഴിക്കാൻ നോക്കുന്നത്. ഞാനാണെങ്കിൽ ചിക്കൻ കറി ഒന്നും കഴിക്കില്ല. ചോറ് നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും നല്ല വേവും, കറക്റ്റ് വേവും നല്ല അറിയാം. മയോണൈസൊക്കെ കിടന്ന് പറക്കുന്നു. കൊള്ളാം. പൊളിയല്ല. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ വീഡിയോയിലെടുക്കുന്നത്. കുറേ ജോലിയുണ്ട്, നല്ല ജോലി. അതെന്ത് ജോലിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പോസ്റ്റ് ഒരു ദിവസം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ഇങ്ങനെ വൈറലായിട്ട് ധാരാളം പേര് ഓർഡർ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മളെന്ന് പറഞ്ഞല്ലോ, നമുക്കൊരു സെൻറ്ററില്ല, നമുക്കൊരു സ്ഥലമില്ല വെക്കാൻ, ഇതൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ വാടക വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വാടക വീട്ടിലാണ് ഈ ജോലിയെല്ലാം നടത്തുന്നത്.
അപ്പം നമുക്ക് സൗകര്യക്കുറവുള്ള കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. എല്ലാം ചെറിയ ചെറിയ അളവിൽ. അപ്പോൾ നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്നില്ല വന്ന ഓർഡർ അനുസരിച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി പാക്കിങ് ഒക്കെ ചെയ്ത് കാക്കച്ചിയിലേക്ക് അടപ്പളവിരിക്കുക. അങ്ങനെയാണ് എന്ന് പറയണം. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് പറ്റിച്ച് ഒരാളെ പറ്റിച്ച് ആ കഥ ഒന്ന് പറയും. ഒരു 2 ആഴ്ച മുമ്പ് 10 ദിവസം ആയെന്ന് തോന്നുന്നല്ലേ, 10 ദിവസം 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഒരു ഡ്രൈവറെ വേക്കൻസിയുടെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് ഡ്രൈവർ ഒരാളെ പറ്റിച്ച് 750 രൂപ വാങ്ങിയിട്ട് ആ പോസ്റ്റ് റിമൂവ് ചെയ്തു. ആ വിളിച്ച ഫോൺ നമ്പർ ഗൂഗിൾ പേ എല്ലാം റിമൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ അവർ ഒരുപാട് പേരെ ഈ 750 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ പറയാൻ വന്നത് അതിന് സാമ്യമായ ഒരു സംഭവം എനിക്കുണ്ടായി കഴിഞ്ഞ ആഴ്ച. അപ്പൊ നമ്മളെ ഈ പോസ്റ്റ് വൈറലായി കുറേ ആൾക്കാരിലെത്തിയപ്പോഴത്തേക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 3 വർഷത്തെ സീരിയൽ ഒരു വലിയൊരു സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു 100-150 പേര് ഇവിടെ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നു. അവർക്ക് മെസ്സാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ മസാല, ചിക്കൻ മസാല അതുപോലുള്ള സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് മാങ്ങാച്ചാർ, നാരങ്ങാച്ചാറൊക്കെ വേണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം, അവരുമായിട്ട് സംസാരിക്കാൻ ലിസ്റ്റ് ഇതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ലിസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ അവർ കൂടിയാലോചിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം ഒരു മണിക്കൂറത്തെ സമയത്തിനുള്ളിലാണ് എല്ലാം സംഭവിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഓക്കെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യണം. വാട്സപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽ അയച്ചതാ, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യും. നാളെ 2 ദിവസത്തിനുള്ളിൽ സാധനം എത്തിക്കണം. അഡ്വാൻസ് പേയ്മെന്റ് തരും. ഒരു 10-30 ലക്ഷം രൂപയുടെ കച്ചവടമാണ് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിശ്വസിച്ച് കരുതി, കൊള്ളാം, രക്ഷപ്പെട്ടു. ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കച്ചവടം നടക്കുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ഒരു 1500 രൂപ. ഇപ്പോൾ പെട്ടെന്ന് ഇട്ടതാ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഓർഡർ തരും, ഇപ്പം പേയ്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പേയ്മെന്റ് തരുന്നതിനും 1750 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആ പേയ്മെന്റ് തരുന്നതിൽ നിന്ന് ഈ രജിസ്ട്രേഷൻ ഫീസ് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ പേയ്മെന്റ് തരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. 1500 രൂപ നമുക്ക് വിറ്റെടുക്കണമെങ്കിൽ എത്ര ദിവസം കിടന്ന് അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഇവർ 1750 രൂപയാണ് തോന്നല്ലേ, 1750 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ കച്ചവടം വേണ്ട, നിങ്ങൾ വേറെ ആളോ നോക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? വാട്സാപ്പില് നമ്മൾ ഈ ആൾക്കാരെ പറ്റിക്കുന്ന വീഡിയോ ഇട്ടില്ലേ കഴിഞ്ഞ സൺഡേ, അതെടുത്താൽ അയച്ചു കൊടുത്തു അവർക്ക്. അതോടുകൂടി പോയി. അപ്പൊ പറ്റിപ്പ് നമ്മൾ പറഞ്ഞ ഉടനെ നമുക്ക് വന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നും കൂടെ പറയുന്നു, ജോലിയുടെ പേരിൽ ധാരാളം തട്ടിപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രൈസ് ലിസ്റ്റ് കൊടുക്കാറില്ല. കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും പ്രൈസ് ലിസ്റ്റ് കൊടുക്കാറില്ല. എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും കൊടുക്കുക, ഹോംലി ചെയ്യുന്നവരാരും കൊടുക്കാറില്ല. എനിക്കൊന്നും ഹോംലി അല്ല, ആരും കൊടുക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത്ര രൂപയാണെന്ന്. പക്ഷേ നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടി ചെയ്യുന്നവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കുറഞ്ഞത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം നമ്മുടെ എല്ലാ ഐറ്റംസിനും നല്ല വിലയാണ്. എങ്ങനെ നോക്കിയാലും നാരങ്ങ അച്ചാറിന് മാർക്കറ്റിൽ കാക്കച്ചി പറയുന്ന അടിച്ചിറക്കി വരുന്നതെന്ന് പറയും. അതിന് 200 രൂപയാണ് 5 കിലോയ്ക്ക്. നമ്മളത് 250 ഗ്രാമിന് 70 രൂപയാണ്. അപ്പോൾ വില കൂടുതലാണോ? അതെയാണ്. ക്വാളിറ്റിയിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇനി എത്ര കാലം നമ്മൾ നിന്നാലും ക്വാളിറ്റിയിലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പം പ്രൈസ് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ചിലർ അയ്യോ വില കൂടിപ്പോയെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിൽ നിന്നിട്ട് ഈ പോസ്റ്റ് കണ്ടിട്ട് ഒരാളെനിക്ക് മെസ്സേജ് അയക്കുകയാണ്. പാരിപ്പള്ളിയിൽ നിന്നാണ്. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ വില കൂടുതലാണ്. ഞാൻ പറഞ്ഞു സാർ, നമ്മളുടെ വില കൂടുതലാണ്, നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് പിന്നെ ഒരു സ്ഥലത്ത് തൊട്ടടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ആലങ്കോട് ഭാഗത്ത്, മണനാക്ക് ഭാഗത്ത് ഒരുപാട് അച്ചാർ കടകളുണ്ട്. അവിടെയൊന്നും ഇത്ര വിലയില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മീൻ കിട്ടുന്ന ലാഭത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബീഫ് കിട്ടുന്ന ലാഭത്തിലായിരിക്കാം. നമ്മൾ അമിത ലാഭം എടുക്കുന്നില്ല, നമുക്ക് ക്വാളിറ്റിയിലേ കൊടുക്കുക. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ ബീഫ് എടുക്കാറുള്ളൂ. ആ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാതെ വേറെ സ്ഥലത്ത് അവർ ബീഫ് എടുക്കാറില്ല. പിന്നെ ചിക്കൻ എടുക്കുന്നത് അതേപോലെ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാറുള്ളൂ, എല്ലാ ഇടങ്ങളിലും പോയി എടുക്കാറില്ല. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് തുടക്കം വരുന്നത്. നാരങ്ങ ആയാലും മാങ്ങ ആയാലും എന്തായാലും ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വില കൂടിപ്പോയി എന്നൊക്കെ പറയുന്നവരോട് ഇതും കൂടെ പറയുന്നു ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നെയ്ച്ചോറും ചുട്ട കോഴിയും സൂപ്പർ. ഇന്നത്തെ വീഡിയോയാണ്. കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട്
ഇതേപോലെ സൺഡേകളൊക്കെ സൂപ്പർ ആക്കട്ടെ കാക്കച്ചി. ആ അപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തൊക്കെ ആയാലും ശരി തന്നെ നമുക്ക് കച്ചവടം നടന്നില്ലെങ്കിലും വേണ്ടില്ല, ക്വാളിറ്റിയിലും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അതിൻ്റെ മറ്റേ മായമില്ലാത്തതിന് എന്ന് പറയും, ആ ഒരു അത് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി. അത് ഒരു കോംപ്രമൈസ് ഇല്ല, അത് അങ്ങനെ തന്നെ വെക്കുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റുകളൊന്നും തോനെ നാളിരിക്കില്ല. അച്ചാറുകളൊക്കെ ഇരിക്കുന്നത് 2 മാസം 1.5 മാസമൊക്കെ ആകുമ്പോൾ കേടായിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അത്രയും ദിവസം കൊണ്ട് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റിയതേ വാങ്ങാവൂ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരാഴ്ച കൊണ്ട് വിറ്റ് പോകണം. ഒരു 2 കിലോ 5 കിലോ 10 കിലോ അതിൽ കൂടുതൽ ഉണ്ടാക്കില്ല. അത് വിൽക്കുന്നതിൻ്റെ തോതനുസരിച്ച് അത്രേ ഉണ്ടാക്കുള്ളൂ. വില പ്രശ്നമില്ലാത്തവർ വാങ്ങുക, നല്ല സാധനം വേണ്ടവർ വാങ്ങുക എന്നേ പറയാനുള്ളൂ. ഒപ്പം നിൽക്കുക. കഴിച്ചു ചോറ് ഒരുപാടായി. ഇത്ര ചോറ് ഞാൻ കഴിക്കുമായിരുന്നു. കറക്റ്റ് കറിയപ്പറ്റി എല്ലാം കൂടെ ആയി. എനിക്ക് ചോറ് മീൻകറിയാണ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പ് വെക്കുകയാണ്. ശ്രദ്ധിക്കുക, ഓൺലൈൻ തട്ടിപ്പ് നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പലരും പറയാറുണ്ട് ഇത് തട്ടിപ്പാണോ, എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വാട്സപ്പിൽ, ഇത് തട്ടിപ്പാണോ ഇത് പറ്റിപ്പാണോ എന്നൊക്കെ. 8 വർഷം ആവാൻ പോകുന്നു തുടങ്ങിയിട്ട്. എൻ്റെ പേരിൽ ഐ ഡി ഉണ്ട്, കാക്കച്ചിയുടെ പേരിൽ ഐ ഡി ഉണ്ട്, ഞങ്ങളുടെ പേരിൽ വെബ്സൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ പേരിൽ പേജുകളുണ്ട്. ഒരു കള്ളത്തരം കാണിച്ചിട്ട് എങ്ങനെ നിൽക്കുന്നില്ല. കിളിമാനൂർ വന്നിട്ട് കിളിമാനൂർ തന്നെ നമ്മളുണ്ട്. 7 വർഷമായി കിളിമാനൂർ വന്നിട്ട്. മുത്താരയാണ് എൻ്റെ വീട്, കാക്കച്ചിയുടെ വീട് അഞ്ചല അല്ലേ. ഒരാൾക്ക് അതിനെ വേണ്ടി എടുത്ത് വെച്ചത് കാണിച്ചെന്നുള്ള കേട്ടോ. ചമ്മന്തിപ്പൊടി ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനം ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ കയറി പോകും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചയായിട്ട് കാണണേ. ഈ സാധനം നിങ്ങൾ പോണ വഴിക്ക് വാങ്ങി കഴിച്ചു നോക്ക്. കൊട്ടാരക്കര, കോട്ടയം, തിരുവനന്തപുരം MC റോഡിൽ വാഴോട് കുട്ടക്കോഴി നെയ്ച്ചോറും പൊളി തന്നെ നല്ല അല്ലേ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.